എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാർച്ച് 31 ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ ഇറാന്റെ നേതൃത്വത്തിലുള്ള തിന്മയുടെ അച്ചുതണ്ടിന്റെ മേൽ 10 മഹാമാരികൾ ഏൽപ്പിച്ചതായാണ് അവകാശപ്പെടുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിൽ ഈജിപ്തിലെ ഫറവോയ്ക്ക് മേൽ ദൈവം അയച്ച 10 മഹാമാരികളെ ഉപമിച്ചുകൊണ്ടാണ് നെതന്യാഹു ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇയാളുടെ ഈ അവകാശവാദങ്ങൾ ഇസ്രയേലികൾ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഈ പട്ടികയിൽ ആദ്യത്തേത് ഗാസയിൽ ഹമാസിനെ ഞങ്ങൾ ആക്രമിച്ചു തകർത്തു എന്നുള്ളതാണ്. അടുത്ത വാദം ലെബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്കും നേതൃത്വത്തിനും നേരെയുള്ള ആക്രമണങ്ങളാണ്. അവരും തകർന്നിരിക്കുകയാണ്. മൂന്നാമത്തത് സിറിയയിലെ ഇറാൻ അനുകൂല അസദ് ഭരണകൂടത്തെയും അവരുടെ സൈനിക താവളങ്ങളും തകർത്തു എന്നുള്ളതാണ്. പിന്നെ ചെങ്കടലിലെ ഭീഷണിയായ ഹൂത്തികൾക്ക് നൽകിയ പ്രഹരമാണ്. മറ്റൊന്ന് വെസ്റ്റ് ബാങ്കിലെ ജൂഡിയ സമരിയ മേഖലകളിലെ സായുധ സംഘങ്ങൾക്കെതിരെ നടപടിയെടുത്തു എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. ഇതിനേക്കാൾ കൂടിയതാണ് അടുത്ത 5 അവകാശവാദങ്ങൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി തകർത്തു, ഇറാന്റെ ഔദ്യോഗിക ഭരണ കേന്ദ്രങ്ങൾ തകർത്തു, അവരുടെ ഭരണ നേതൃത്വത്തെ തകർത്തു. ഇതൊക്കെയാണ്. തന്നെയുമല്ല, ഇസ്രായേൽ ഇറാന്റെ മേൽ മേൽക്കോയ്മ നേടിയെന്നും ഇറാൻ ഇസ്രായേലിനെ വളയാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ട് അവരെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ എത്തിച്ചെന്നുമാണ് നെതന്യാഹു ഈ പ്രസംഗത്തിലൂടെ വാദിച്ചിട്ടുള്ളത്. എന്നാൽ ഹമാസ് ഇപ്പോഴും ഗാസ ഭരിക്കുന്നുവെന്നും ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ പഴയതിലും ശക്തിയായി റോക്കറ്റുകൾ പ്രയോഗിക്കുകയും നമ്മുടെ സൈനികരുടെ മരണത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെന്നും പഴയതിനേക്കാൾ വീര്യമുള്ള ഒരു ഖാംനെയ് തന്നെയാണ് ഇപ്പോഴും ഇറാനെ നയിക്കുന്നതെന്നും പ്രതിപക്ഷം ഈ നെതന്യാഹുവിനെ പരിഹസിക്കുകയാണ്. നെതന്യാഹു അവകാശപ്പെടുന്ന വിജയങ്ങൾ നെതന്യാഹുവിന് മാത്രമുള്ളതാണ്. അത് ജൂത സമൂഹത്തിന് ഒരിക്കലും പ്രയോജനപ്പെടില്ല. രാജ്യം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. രാജ്യത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ ഗതാഗത സൗകര്യം പോലും ഇല്ലാതെ അവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ജനങ്ങൾക്ക് ബങ്കറുകളിൽ വീണ് മരിക്കുകയല്ലാതെ അവർക്ക് മുന്നിൽ വേറെ വഴികളില്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇസ്രായേലിനെ നെതന്യാഹു വരുത്തി വെച്ചിരിക്കുന്നത് എന്നും വിജയിക്കാൻ കഴിയാത്ത നെതന്യാഹു ഇസ്രായേലിനെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ തകർക്കുകയാണെന്നുമാണ് ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവായ ലാപ്പിഡ് ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ കഴിയാതെ ഇറാൻ നിങ്ങളെ യുദ്ധത്തിൽ കുടുക്കിയിരിക്കുന്നു. ഇതിൽ നിന്നും നമ്മൾ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്ന് കൂടി പറയൂ എന്നാണ് ലാപ്പിഡ് നെതന്യാഹുവിനോട് ചോദിക്കുന്നത്. ഇനി എന്താണ് ഇസ്രായേലിന് ബാക്കിയുള്ളത്? സൈന്യമോ ആയുധമോ വ്യവസായമോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വേണ്ട. ഭക്ഷണമെങ്കിലും ഉണ്ടോ? ഭക്ഷണത്തിനായി ഹോർമുസ് കടൽ തുറക്കുന്നതും കാത്ത് ഇറാന്റെ ദയയ്ക്ക് വേണ്ടി ഇസ്രായേലികൾ ഇപ്പോൾ കാത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി തകർത്തു എന്ന് പറയുന്ന നെതന്യാഹു അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളെ ഭയന്ന് ഭൂമിക്കടിയിലെ സുരക്ഷിതമായ ഏതോ ഒളിസങ്കേതത്തിൽ ഇരുന്നാണ് ഈ വീരവാദങ്ങൾ മുഴക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു ആണവ ബോംബിന്റെ പോർമുന തിരിച്ചു വെച്ചിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇറാനിൽ ഇസ്രായേൽ ആണവ ബോംബിടും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിന് സാധ്യമാവുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സ്വയം ആണവശേഷി ഇല്ലാതെ ഇസ്രായേൽ അമേരിക്ക പോലുള്ള 2 തീവ്ര ഭീകര ശക്തികളെ വെല്ലുവിളിച്ചും ആക്രമണം വർദ്ധിപ്പിച്ചും അവരുടെ ആസ്തികൾ നശിപ്പിച്ചും ഒരു യുദ്ധം തുടരുമെന്ന് വിശ്വസിക്കാൻ ചിന്താശേഷിയുള്ള ആർക്കും കഴിയില്ല. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഭീഷണികളെ അവഗണിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിച്ച് ഒരു യുദ്ധത്തിന് ഇറാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ ഈ ശക്തികളെല്ലാം കൂടി ഇറാനെ ആക്രമിക്കും എന്ന ബോധ്യത്തോടെ അവർ അതിനുള്ള എല്ലാവിധ കരുതലുകളും ഇതിനകം എടുത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഇസ്രായേലിനെയും അമേരിക്കയും ഇങ്ങനെ ആക്രമിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും യൂറോപ്പും നാറ്റോ രാജ്യങ്ങളും വിട്ടുനിന്നതിലൂടെ തന്നെ യുദ്ധം ഇറാൻ പകുതി വിജയിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഇറാനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അവരുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് പഴയ ഇറാഖ് അമേരിക്കൻ യുദ്ധവീര്യത്തോടെ ചാടിയിറങ്ങിയ ട്രംപും നെതന്യാഹുവും ശരിക്കും ചതുപ്പിലാണ് ഇറങ്ങുന്നത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. ആ ചതുപ്പിൽ അവർ താണുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിലവിളികൾ ആരും കേൾക്കാനില്ല. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒഴിച്ച് എല്ലാ വ്യാപാര കപ്പലുകളും കടത്തിവിടുമെന്ന് പറയുന്നതിനെ ആരും എതിർക്കാതിരിക്കുമ്പോൾ ഈ 2 രാജ്യങ്ങളും ലോകത്ത് ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ ഒറ്റപ്പെടൽ തീർത്തും സഹിക്കാൻ കഴിയാതെ ഇനി നിങ്ങളെ സഹായിക്കാൻ US ഉണ്ടാകില്ല എന്ന ഭീഷണിയാണ് ട്രംപിൽ നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല, എണ്ണ ആവശ്യമുള്ളവർ ഹോർമുസിലേക്ക് ചെന്ന് സ്വന്തം എണ്ണ വാങ്ങൂ എന്നാണ് ട്രംപ് നിരാശയോടെ ഇവരോട് പറയുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകം മുഴുവൻ സ്വന്തം വരുതിയിലാക്കാൻ നടക്കുന്ന അമേരിക്കയെ സഹായിക്കാനുള്ള യൂറോപ്യൻ കൂട്ടായ്മയാണ് നാറ്റോ എന്ന് വിളിക്കപ്പെടുന്നത്. യൂറോപ്പിന് അമേരിക്കയല്ല, അമേരിക്കയ്ക്ക് യൂറോപ്പിനെയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കാതെയാണ്
ട്രംപ് ഇനി യൂറോപ്പിന്റെ രക്ഷയ്ക്ക് അമേരിക്ക ഉണ്ടാകില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നത്. യൂറോപ്പ് കൂടെ ഇല്ലെങ്കിൽ അമേരിക്ക ലോകത്ത് ഒരു രാജ്യത്തും യുദ്ധത്തിന് പോകില്ല എന്ന വാദം ശക്തമാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ യൂറോപ്പിന്റെ സഹായമില്ലാതെ വന്നപ്പോഴാണ് ട്രംപ് അടികൊണ്ട് നിലവിളിക്കുന്നത് എന്നത് ഇതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇനി തങ്ങളുടെ ജനങ്ങളിൽ ഇസ്രായേലിനെ വളർത്തേണ്ട എന്നാണ് പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും നിലപാട്. ഇസ്ലാമിക ഭീകരത എന്ന് പറഞ്ഞ് ലോകത്ത് അമേരിക്ക ജൂത ഭീകരതയാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായത് ഗസ യുദ്ധത്തോടെയാണ്. ഗസയിലെ കുട്ടികളെയും സ്ത്രീകളെയും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളതും അവരെല്ലാം കൊന്നൊടുക്കിയതും. എന്നാൽ അന്നൊന്നും നീതിയെക്കുറിച്ച് ചിന്തിക്കാത്ത നെതന്യാഹു ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഇസ്രായേലി സിവിലിയൻസിന് മേൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നു എന്നാണ് UN-ൽ പരാതിപ്പെട്ടത്. ഇത് എല്ലാവരും അവഗണിക്കുകയാണ് ചെയ്തത്. അതേസമയം ഓരോ മണിക്കൂറിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ട്രംപ് അമേരിക്ക ഇറാനുമായിട്ടുള്ള യുദ്ധം ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇറാന്റെ ഭരണകൂടത്തെ അപ്പാടെ മാറ്റി പുതിയ സർക്കാരിനെ അവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്ന ട്രംപ് ഭരണമാറ്റം ഒരിക്കലും അമേരിക്കയുടെ ഒരു യുദ്ധലക്ഷ്യമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇയാൾക്ക് പെട്ടെന്ന് തന്നെ ഈ മാറ്റിമറിച്ച് പറയാൻ കഴിയുന്നത് കൊണ്ട് എന്തും പറയാമെന്നുള്ളതാണ്. ഇതിങ്ങനെ സംഭവിക്കുന്നത് ഇറാനെ നേരിടാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനിലെ ആരോട് ചർച്ച ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ പോലും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുണ്ട്. ആയത്തുള്ള അലി ഖാംനയുടെ വധത്തോടെ തീവ്ര നിലപാടുള്ളവർ ഭരണ നേതൃത്വം ഏറ്റെടുത്തതും ഇറാന്റെ സൈനിക നിലവറകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ആയുധങ്ങളുള്ളതും അത് രാജ്യത്തിന്റെ പല മേഖലകളിൽ വിന്യസിച്ചിട്ടുള്ള സൈനിക വിഭാഗങ്ങൾക്ക് തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുള്ളതുമാണ് ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും മേൽ ഇത്രയധികം ആക്രമണങ്ങളുടെ തുടർച്ച ഉണ്ടാകുന്നതിന് കാരണം. ഇസ്രായേൽ തവിട് പൊടിയാകുന്നത് വരെ വിശ്രമമില്ലാതെ ആക്രമിക്കുക എന്ന നിർദ്ദേശമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശം എവിടെ നിന്നാണ് വരുന്നത് എന്ന് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ നേതൃത്വത്തെ മാത്രം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതുവരെ നശിപ്പിക്കാൻ കഴിയാത്തത്. അതുപോലെ അമേരിക്കൻ സാന്നിധ്യമുള്ള എല്ലായിടത്തും പ്രോക്സികളെ ഉപയോഗിച്ചും അല്ലാതെയും ആക്രമിക്കുക എന്നതും അവർക്ക് കിട്ടിയ നിർദ്ദേശമാണ്. അതിന്റെ ഭാഗമായി ഏപ്രിൽ 1 മുതൽ, അതായത് ഇന്ന് മുതൽ മേഖലയിലുള്ള എല്ലാ US കമ്പനികളെയും ലക്ഷ്യമിടുമെന്ന് ഇറാന്റെ സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന കമ്പനികളിൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ബോയിങ്, ഇന്റൽ, ആപ്പിൾ തുടങ്ങി 100 കണക്കിന് അമേരിക്കൻ കമ്പനികളാണുള്ളത്. ഈ കമ്പനികളെല്ലാം ഇറാന്റെ ആക്രമണ ഭീഷണിയിൽ വല്ലാതെ ഭയന്നിരിക്കുകയാണ്. ശരിക്കും മിഡിൽ ഈസ്റ്റിലെ അടിസ്ഥാനപരമായ അമേരിക്കൻ ആസ്തികളാണ് ഇവയൊക്കെ. അമേരിക്കൻ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സുകളുമാണ് ഈ കമ്പനികൾ. ഇത് തകരുന്നതോടെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ അവസാനത്തെ ചുവടും പറിച്ചെറിയുകയാണ് ഇറാൻ ചെയ്യുന്നത്. ചില യുദ്ധങ്ങൾ ഇങ്ങനെയാണ്. ഏത് മല്ലന്റെയും ശക്തിയെ ചോർത്തിക്കളയും. അത് അവരുടെ അധപ്പതനത്തിന് കാരണമാവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.